ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ചില ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഉള്ളിലൊരു തോന്നൽ വരുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഏലക്കായ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് നല്ല ജീരകം ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ പൊടിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-3 പാളയംകോടൻ പഴം ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ പഴമെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സായി കിട്ടാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. വേണമെങ്കിൽ ഇതിലേക്ക് സോഡാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് ചപ്പാത്തി മാവിൻ്റെ അത്രയും പരുവത്തിന് കുഴയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ പരുവം. വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതൊരു 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. അതേസമയം നമ്മൾ മാറ്റി വെച്ചിരുന്ന മാവ് ചെറിയ നെല്ലിക്ക വലിപ്പത്തിലെടുത്ത് നല്ലതുപോലെ ഉരുളകളാക്കിയെടുക്കാം. എല്ലാ കൂട്ടുകാരും വീഡിയോയ്ക്ക് അവസാനം വരെയൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. ഇപ്പം നമ്മൾ ഒരെണ്ണം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഉരുളകളാക്കി മാറ്റി വെക്കാം. ഇപ്പോൾ ഇതെല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഉരുട്ടി വെച്ചതിൽ നിന്ന് 5-6 ഉരുളകൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഇതെല്ലാം ഒന്ന് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറാവുന്ന വരെ ഒന്ന് വറുത്ത് എടുക്കാം. ഇപ്പോൾ ഇതൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.